ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞങ്ങൾ അടിപൊളിയായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നൊരു കുട്ടി യാത്രയുണ്ട്. ഞങ്ങൾ ഗുരുവായൂർക്ക് പോവുകയാണ് കേട്ടോ. കാരണം ഞങ്ങളുടെ ഭാവിക്ക് ചോറൂണാണ്. നാളെയാണ് കേട്ടോ ചോറൂണ്. അപ്പോൾ അങ്ങനെ പോകാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും റെഡിയായി സെറ്റായി വണ്ടി ഇരിക്കുന്നുണ്ട്. ഈ യാത്രയിൽ ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ്സും എക്സൈറ്റ്മെന്റും ഒക്കെ എനിക്കാണ് കേട്ടോ. കാരണം എനിക്ക് പ്രഗ്നന്റ് ആയിരുന്ന ടൈമിൽ 6 മാസത്തിന് ശേഷം അമ്പലത്തിൽ പോയിട്ടില്ല. അപ്പോൾ ബേബിനെയും കൊണ്ട് ആദ്യമായിട്ടാണ് ഞാൻ അമ്പലത്തിൽ പോകുന്നത് പ്രസവത്തിന് ശേഷം. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. പിന്നെ ഞങ്ങളെ ഫാമിലി റിലേറ്റീവ്സ് എല്ലാവരും കൂടി ഒരുമിച്ചാണ് പോകുന്നത്. അപ്പോൾ ഒരു ട്രാവലറും ഒരു കാറും ഒക്കെ ആയിട്ടാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഞങ്ങളിതാ യാത്ര സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇടയ്ക്ക് നിർത്തി ഒരു ചായ കുടിക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങിയിരിക്കുവാണ്. കൂട്ടത്തിലൊരു ചായയും പഴക്കപ്പൊക്കെ കഴിച്ചു. അപ്പോൾ വാവേ ഇവിടെ ഹാപ്പി ആയിട്ട് കിടപ്പുണ്ട്. ബേബീനെ നല്ല കംഫർട്ടബിൾ ആക്കാൻ വേണ്ടി അവളുടെ ബെഡും അവളുടെ ബ്ലാങ്കറ്റും ഒക്കെ വിരിച്ച് അതിലിങ്ങനെ കിടത്തിയിട്ടാണ് കൊണ്ടുപോകുന്നത്. അവൾക്ക് ഇങ്ങനെ ട്രാവൽ ചെയ്യാൻ ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. അവളിങ്ങനെ ഹാപ്പി ആയിട്ട് ഇരുന്നോളും. അങ്ങനെ 9:30 ആയപ്പോൾ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ നിർത്തിയിരിക്കുവാണ് ഒരു റെസ്റ്റോറൻറ്റിൽ. അങ്ങനെ അവിടെ നല്ലൊരു മസാല ദോശയൊക്കെ ഞാൻ കഴിച്ചായിരുന്നു. അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ എനിക്ക് സമയം കിട്ടിയില്ല. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങി ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ് ബാക്കി എല്ലാവരും വരാൻ വേണ്ടി. എല്ലാവരുമായിട്ട് ഒരുമിച്ച് പോകുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന സമയത്ത് എല്ലായിടത്തും എത്താൻ പറ്റണമെന്നില്ല. എല്ലാവരും ഇറങ്ങി പതുക്കെ കാര്യമൊക്കെ പറഞ്ഞു വരുമ്പോൾ ഒരു സമയമാവും. അതുകൊണ്ട് അപ്പൂപ്പൻ നല്ലൊരു കലിപ്പ് മൂഡിലാണ്. ഇത്ര സമയത്ത് ഇറങ്ങിയ ഇത്ര സമയത്തിനുള്ളിൽ കയറണം. അപ്പൂപ്പൻ കോർഡിനേറ്റർ. അപ്പൂപ്പനെ വിട്ടാൽ മതി, അവിടെ ഫുൾ തകർക്കും. അങ്ങനെ അവിടെ നിന്ന് യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് നേരമായി കേട്ടോ. ഞാനൊരു ചെറിയ ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീച്ചിരിക്കുവാണ്. അപ്പോൾ വിചാരിച്ചു ഒന്ന് റിഫ്രഷ് ആവാൻ വേണ്ടി എന്തെങ്കിലും നാരങ്ങ വെള്ളമോ നാരങ്ങ സോഡയൊക്കെ കുടിക്കാമെന്നും പറഞ്ഞ് വഴിയുടെ അടിക്ക് ഒരു ചെറിയ കടയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഞങ്ങളെല്ലാവരും ഇറങ്ങി ഇതാ ഒരു സോഡ നാരങ്ങ പറഞ്ഞിട്ട് നിൽക്കുവാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീണ്ടും യാത്ര സ്റ്റാർട്ട് ചെയ്തു. ആക്ച്വലി നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തത് NH കൂടി പോകാമെന്നും പറഞ്ഞിട്ട് പോയിട്ട് പിന്നെ ഞങ്ങൾ ഡീവിയേഷൻ എടുത്ത് MC റോഡിൽ കയറിയിരിക്കുവാണ്. അങ്ങനെ ഈ MC റോഡ് വഴി പോകുമ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ലഞ്ച് കഴിക്കാൻ വേണ്ടി നിർത്തുന്ന ഒരു സ്പോട്ടുണ്ട്, ആർക്കേഡി അവന്യൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെയാണ് വന്നിരിക്കുന്നത് ലഞ്ച് കഴിക്കാൻ വേണ്ടി. അവിടെ വെജ് റെസ്റ്റോറൻറ്റ് ഉണ്ട്, നോൺ വെജും ഉണ്ട്. അപ്പോൾ രണ്ട് സെപ്പറേറ്റഡ് ആയിട്ടാണ്. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു ഇറങ്ങി. അപ്പോൾ ബേബി ഒരു ദേഷ്യമൊക്കെ കാണിക്കുന്നുണ്ട്, ഒക്കെ നല്ല ചൂടും എടുക്കുന്നുണ്ട്, ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഷാർട്ടേം പോലെ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഇതാ ഞങ്ങൾ വണ്ടി കയറി വീണ്ടും യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു വ്ളോഗ് ഫുൾ ഞാൻ എന്തൊക്കെ കഴിക്കുന്നു എന്നാണ് കാണിക്കുന്നതെന്ന് തോന്നുന്നു കൂടുതൽ. അപ്പോൾ എനിക്ക് പൊതുവിൽ ലഞ്ചൊക്കെ എന്തെങ്കിലും വെജായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാറില്ല. അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും സ്നാക്സ് ഒക്കെ കഴിക്കാറുണ്ട്. അങ്ങനെ ഉച്ചയ്ക്കുള്ള കഴിപ്പും കുറച്ച് ചെറിയൊരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിതാ ഈവനിങ് എവിടെ എത്തി കേട്ടോ, എനിക്ക് സ്ഥലം അറിയില്ല. അപ്പോൾ ടീ ബ്രേക്കാണ്. അപ്പോൾ ചായ കുടിക്കാൻ നിർത്തി ഒരു പരിപ്പോടെയും ചായയും കൂടി കഴിച്ചു. ഇത് കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് നമ്മൾ റിലാക്സ് ചെയ്തിട്ട് വീണ്ടും ജേർണി സ്റ്റാർട്ട് ചെയ്തിരിക്കുവാണ്. എന്നിട്ട് കുറേ നേരം കഴിഞ്ഞപ്പോൾ ശരത്തിൻ്റെ കട്ടൻ കുടിക്കണമെന്ന് പറഞ്ഞു. ഇങ്ങനെ 7 മണിയൊക്കെ ആയിക്കാണ്. അപ്പോൾ ഒരു കട്ടൻ കുടിക്കാൻ വേണ്ടി ഒരു സ്പോട്ടിൽ നിർത്തി അവിടെ നിന്ന് കട്ടനും കുടിച്ച് നമ്മൾ ഇതാ പോയിക്കൊണ്ടിരിക്കുവാണ്. തൃശ്ശൂർ എത്തി ഏകദേശം. ഇനി ഡിന്നർ കഴിച്ചിട്ടായിരിക്കും നമ്മൾ റൂമിലേക്ക് പോകുന്നത്. അപ്പോൾ ഡിന്നർ കഴിക്കുന്ന സമയത്ത് കാണാം. ഇത്തവണ ഗുരുവായൂർക്ക് വന്നപ്പോൾ നല്ല ടൈം ഫീൽ ചെയ്തു കേട്ടോ. രാവിലെ ഇറങ്ങിയിട്ട് നമ്മൾ രാത്രിയാണ് എത്തുന്നത്. സാധാരണ നമ്മൾ രാവിലെ ഇറങ്ങിയാൽ വൈകിട്ട് എത്താറുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ റോഡ് പണിയും ബ്ലോക്കും പിന്നെ നമ്മൾ എല്ലായിടത്തും പതുക്കെ ഇറങ്ങി വന്നതുകൊണ്ട് നമ്മൾ ഇച്ചിരി ഒന്ന് ലേറ്റായി. അപ്പോൾ തൃശ്ശൂർ എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു ഇഡലിയൻ കഫേ എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറൻറ്റിലാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നത്. അങ്ങനെ ഞാനൊരു മസാല ദോശ ഷട്ടപ്പടേന്ന് കഴിച്ചിട്ട് ബേബീനെ എടുത്തു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ റൂമിലേക്ക് എത്തി കേട്ടോ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് താമസിക്കുന്ന കൃഷ്ണവത്സം ഹോട്ടലിലാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു റൂംസ്. അങ്ങനെ വന്നു, ബേബീനെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു, അവളെ ഉറക്കി. അതിനിടയ്ക്ക് രാത്രി 1 മണി 1:30 ആയപ്പോൾ അമ്മയും കുഞ്ഞൊക്കെ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാവിലെ 6:30 ആയപ്പോൾ ഞാനും ഭാവിയൊക്കെ റെഡിയായി നിൽപ്പുണ്ട് ചോറൂണിന് പോകാൻ വേണ്ടി. നമ്മൾ 7 മണി കഴിഞ്ഞിട്ടാണ് ചോറൂണ് കൊടുക്കുന്ന സമയം. അപ്പോൾ വാവ പട്ടുപാവാടയൊക്കെ ഇട്ട് സുന്ദരിക്കുട്ടിയായി ഇറങ്ങി. അങ്ങനെ അമ്പലത്തിൽ പോയി ചോറ് കൊടുത്തു, നന്നായിട്ട് തൊഴുതു കേട്ടോ. ഈ ചോറ് കൊടുക്കുമ്പോൾ നമുക്ക് ആ ടിക്കറ്റിൽ തന്നെ അച്ഛനും അമ്മയ്ക്കും ഭാവിക്കും കൂടി വലുതായിട്ട് ക്യൂ ഒന്നും നിൽക്കാതെ തന്നെ കയറി തൊഴാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ പോയി തൊഴുതിട്ട് റൂമിലേക്ക് വന്നേക്കാണ്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം, ചോറ് കൊടുത്തതിൻ്റെ സന്തോഷത്തിലാണ് ബേബി കിടന്ന് കളിക്കുന്നത് കണ്ടോ. അപ്പോൾ ഇനി അടുത്തൊരു ചെറിയ ഷോപ്പിങ്ങിന് പോകാമെന്ന് പറഞ്ഞ് എല്ലാവരും റെഡി ആവുന്നുണ്ട്. അങ്ങനെ ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മൾ ഷോപ്പിങ്ങിന് പോകാൻ വേണ്ടി ഇറങ്ങിയിരിക്കുവാണ്. ബേബിയുടെയും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനിടയ്ക്ക് അമ്പലത്തിൽ പോയിട്ട് വന്ന ഉടനെ തന്നെ 9 മണിയായ സമയത്ത് ഞങ്ങൾ താഴെ ഹോട്ടലിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവിടെ നിന്ന് കഴിച്ചു. ഫോണൊന്നും റൂമിലായതുകൊണ്ട് എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അമ്പലത്തിൽ ഫോൺ അൺലോഡ് അല്ലല്ലോ, അതുകൊണ്ട് ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ എല്ലാവരും റെഡിയായി ഒരു ചെറിയ ഷോപ്പിംഗ് കറക്കത്തിന് വേണ്ടി ഇറങ്ങി നിൽക്കുവാണ്. പുറത്ത് നല്ല വെയിലുണ്ട് കേട്ടോ.
ആക്ച്വലി ഞങ്ങളുടെ ഈ ഹോട്ടൽ അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. നമുക്ക് നടന്നു പോകാൻ തൊട്ടടുത്താണ്. ജസ്റ്റ് ഒന്ന് റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്ത് അമ്പലം അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അമ്പലത്തിൻ്റെ അവിടെ ഈസി ആയിട്ട് എത്തി കേട്ടോ. പിന്നെ ഈ ഫ്രണ്ടിൽ കാണുന്ന ക്യൂ ഉണ്ടോ, അത് അന്നദാനത്തിനുള്ള ക്യൂ ആണ്. ചില സമയത്ത് രാവിലെ നമ്മൾ ഈ ക്യൂ തീരാറാവുന്ന സമയത്ത് എത്തുവാണെങ്കിൽ നമുക്ക് ഉടനെ തന്നെ ക്യൂവിൽ ജോയിൻ ചെയ്ത് പോയി അധികം ക്യൂ നിൽക്കാതെ ആഹാരം കഴിക്കാൻ പറ്റും. പക്ഷേ ഇന്ന് നല്ല തിരക്കുണ്ട് അമ്പലത്തിൽ. ഒത്തിരി കല്യാണം, ചിങ്ങമാസമൊക്കെ ആയതുകൊണ്ട് ഒത്തിരി കല്യാണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നല്ല തിരക്കുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ എന്താണ് മേടിക്കേണ്ടതെന്നും നമുക്കൊരു പ്ലാനൊന്നുമില്ല. ചെറിയ 1-2 കൃഷ്ണൻ്റെ ഫോട്ടോസ് മേടിക്കണം, അങ്ങനെയൊക്കെ ഉള്ളൂ. എനിക്ക് പ്രത്യേകിച്ചും അങ്ങനെ വലുതായിട്ടൊന്നും മേടിക്കുകയില്ല. എന്നിരുന്നാലും ഇങ്ങനെ ഷോപ്പിങ്ങിനൊക്കെ വരാൻ ഭയങ്കര ഇഷ്ടമാണ്, ഇങ്ങനെ കൊച്ചു കൊച്ചു സാധനങ്ങളൊക്കെ കാണാൻ വേണ്ടി. അങ്ങനെ ഞാൻ ബേബിക്കും എൻ്റെ ലക്കിക്കും ഒക്കെ ആയിട്ട് കുറച്ച് ടോയ്സ് ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അനിയത്തിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്, ഫാൻസി ഐറ്റംസ് ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ മേടിച്ചിട്ടുള്ളൂ. പിന്നെ ഇവരൊക്കെ കുറേ എന്തൊക്കെ സാധനങ്ങളൊക്കെ നോക്കണം വാങ്ങണം ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് എന്തായാലും ഇങ്ങനെ കൗതുകം, മാല, വള, ഈ സംഭവങ്ങളൊക്കെ കാണാൻ ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇവരുടെ കൂടെ കൂടി ഇതൊക്കെ നോക്കുവാണ്. പുറത്ത് നല്ല ചൂടുണ്ട് കേട്ടോ. ഇപ്പോൾ പൊതുവിൽ ഒരു ഉച്ച സമയത്തൊക്കെ നല്ല ചൂടല്ലേ, ചൂടും വെയിലും അത് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ബേബിക്ക് ചൂടൊന്നും അത്ര ഇഷ്ടമില്ല. ചൂട് വലുതായിട്ട് അടിക്കുമ്പോഴേ അവളിങ്ങനെ ദേഷ്യമൊക്കെ വന്ന് തുടങ്ങും. പക്ഷേ ഇന്ന് അത്ര വലിയ കുഴപ്പമില്ലാതെ അവൾ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങളിത് ഷോപ്പിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് കയറിയ കട നമ്മൾ തുടക്കത്തിൽ അമ്പലത്തിൻ്റെ അവിടെ നിന്ന് തുടക്കത്തിലുള്ള കടയിലാണ് കയറിയത്. പക്ഷെ അവിടെ ഇച്ചിരി എല്ലാത്തിനും റേറ്റ് കൂടുതലായിട്ട് ഫീൽ ചെയ്തു കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അടുത്തുള്ള കുറച്ച് അങ്ങോട്ടൊക്കെ ഉള്ള കടകളിൽ കയറിയപ്പോൾ ഓക്കെ ആയിട്ട് ഫീൽ ചെയ്തു. ചൂട് കാരണം എനിക്ക് ഭയങ്കര ക്ഷീണമായി. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഒരു ജ്യൂസ് കുടിക്കാമെന്ന് പറഞ്ഞു. ഞങ്ങളിതാ ഒരു ജ്യൂസ് കുടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അങ്ങനെ അവിടെ നിന്ന് ഒരു ഫ്രഷ് ജ്യൂസൊക്കെ കുടിച്ച് ഫ്രഷായിട്ട് ഞങ്ങളിതാ തിരിച്ച് റൂമിലേക്ക് എത്തി. അപ്പോൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിനി തിരിച്ച് വീട്ടിൽ പോവാം എന്നുള്ള പ്ലാനിങ്ങിൽ എല്ലാവരും റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് താഴെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോകാൻ വേണ്ടി ഇറങ്ങിയിരിക്കുവാണ് കേട്ടോ. അപ്പോൾ തിരിച്ചു പോകുന്ന വഴിക്ക് നമുക്കൊരു പ്ലാൻ ഉണ്ട്. ഒന്നുകിൽ നമുക്ക് ചോറ്റാനിക്കര തൊഴാം, അല്ല അവിടെ ലേറ്റ് ആവുന്നതാണെങ്കിൽ ഈവനിങ് നമുക്ക് ഏറ്റുമാനൂർ പോയി തൊഴാലോ എന്നൊക്കെയുള്ള പ്ലാനിങ് ഉണ്ട്. നടക്കുമെന്നൊന്നും അറിയില്ല, കാരണം ഇപ്പോൾ റോഡൊക്കെ നല്ല ബ്ലോക്കും കുണ്ടും കുഴിയും എല്ലാം ഭയങ്കര പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്ന ടൈമിൽ ഒരിടത്തും എത്തുന്നില്ല. അപ്പോൾ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ബേബി നല്ല ഉറക്കമാണ്, ഞാനും ഒന്ന് ഉറങ്ങി കേട്ടോ. നല്ല ക്ഷീണം പോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെറിയൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോഴും നമ്മൾ ഇങ്ങും എത്തിയിട്ടില്ല. ഇങ്ങനെ പൊയ്ക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അധികം ദൂരമൊന്നും ആയിട്ടില്ല, കാരണം ഈ റോഡ് പണി നടക്കുന്നതുകൊണ്ട് എല്ലാ റോഡും കുണ്ടും കുഴിയും ബഹളമൊക്കെ ആയിട്ടാണ്. ഇതിനിടയ്ക്ക് നമ്മൾ ഒരിടത്ത് കയറി ലഞ്ച് കഴിച്ചായിരുന്നു, അത് അത്ര പോരായിരുന്നു. അത് കഴിഞ്ഞ് ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് നമ്മൾ ഈവനിങ് ആയില്ല, ഒരു 3 മണിയൊക്കെ ആയ സമയത്ത് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഗോകുലം ഊട്ടുപുരയിലാണ് എത്തിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഒരു ചായയൊക്കെ കുടിച്ചു. ചായ ഒന്നും അത്ര വലിയ സുഖമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ട് അപ്പോൾ നെക്സ്റ്റ് പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് അടുത്താണ് ഏറ്റുമാനൂർ അമ്പലം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഏറ്റുമാനൂർ അമ്പലം തൊഴണമെന്നുണ്ട്. എല്ലാവരും ഉച്ചയ്ക്കൊക്കെ വെജാണ് കഴിച്ചതുകൊണ്ട് നമുക്ക് അമ്പലത്തിൽ കയറുന്നതിന് കുഴപ്പമില്ലല്ലോ. അങ്ങനെ ഏറ്റുമാനൂർ അമ്പലത്തിൽ എത്തിയിരിക്കുവാണ്. അപ്പോൾ ഞാൻ കൂടുതൽ ക്ലിപ്സ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാണ് എൻ്റെ ബേബിയുടെ ഒരു കുട്ടി ചോറൂണ് യാത്ര കേട്ടോ. അപ്പോൾ ഈ വ്ലോഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, പിന്നെ അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.